ഇന്ന് പോലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നത് അധിക്ഷേപങ്ങൾക്കിടയിൽ ഇടയ്ക്കുള്ള ഈ തരത്തിലുള്ള പുകഴ്ത്തലുമൊക്കെ ആകാം എന്ന് അദ്ദേഹം അത് ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ആ ആസ്വാദനം തന്നെയാണ് മുമ്പ് തിരുവാതിര പാട്ടിലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന പാട്ട് എന്ന് പറയുന്നത് അതിലൊരു കൗതുകമുള്ളത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അത് രണ്ടായി പിരിഞ്ഞു. അത് പാർട്ടി അസോസിയേഷൻ തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. അതിലൊരു വിഭാഗം പിണറായി വിജയനെ അനുകൂലിക്കുന്നു, ഒരു വിഭാഗം നേരെ തിരിച്ചാണ്. അപ്പോൾ പിണറായി വിജയനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ നിന്നാണ് ഈ ഗീതം ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അത് എഴുതിയ ആളുടെ പേരടക്കം ഇപ്പോൾ പൂവരണി നമ്പൂതിരി ആണല്ലേ, അത് കാരണഭൂതൻ എഴുതിയ ആണെന്ന് തോന്നുന്നു, പൂവരണി നമ്പൂതിരി. ഇത് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്, പൂവത്തൂർ ചിത്രസേനൻ അദ്ദേഹത്തിൻ്റെ പേര്. അതിന് ഈണം നൽകിയിരിക്കുന്ന നിയമവകുപ്പ് ഉദ്യോഗസ്ഥൻ. നല്ല ഈണമൊക്കെയാണ്, കേൾക്കുമ്പോൾ ഒരു ആവേശമൊക്കെ തോന്നും. പക്ഷേ അതിലെ വരികളാണ് അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണോ, കമ്മ്യൂണിസ്റ്റ് ആശയമാണോ അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഈ പുകഴ്ത്തൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. രണ്ടാം ഭരണത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളോട് തുറന്ന സമീപനമാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരു തുറന്ന സമീപനം വിമർശനങ്ങളോടില്ല എന്ന് പറയുമ്പോൾ, വിമർശനങ്ങളെ അധിക്ഷേപമായി കാണുമ്പോൾ, അപ്പോൾ ഈ തരത്തിലുള്ള സ്തുതിപാഠകരുടെ എണ്ണം കൂടും. ആ സ്തുതിപാഠകർക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ചില കവികളും ഈ തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി വരികൾ എഴുതി രംഗത്ത് വന്നിട്ടുണ്ട്. ആ കവികൾക്കൊക്കെ വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടുകയും ചില പ്രത്യേക സ്ഥാനങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ചില കവികൾ കവിതയുമായി വന്ന് ആ കവിതകൾക്ക് പല സ്ഥലത്തും അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ